സ്വരുക്കൂട്ടിവെച്ച 1000 സ്വപ്നങ്ങളുമായി 70കളുടെ ആദ്യപാദങ്ങളിൽ അമേരിക്ക എന്ന സ്വപ്നഭൂമികയിലേക്ക് പറന്നിറങ്ങിയ ഒരു കൂട്ടം മലയാളികൾ. അതിജീവനത്തിന്റെ പെടാപ്പാടുകൾക്കൊടുവിൽ പുതുമണ്ണിൽ ജീവിതം വേരോട്ടം തുടങ്ങിയ നാൾ മുതൽ അവരിൽ സഹജമായ ദൈവീക ചേതനയുടെ തീവ്രതയും ഏറിവന്നു. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന യാഥാർത്ഥ്യത്തിലേക്കായിരുന്നു അടുത്ത ചുവടുകൾ. അധികം വൈകാതെ ടെക്സാസിലെ ഹ്യൂസ്റ്റണിൽ അവരൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. പിന്നീട് അത് വളർന്ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയമായി മാറി. തങ്ങളെ ആരാധനയിലേക്ക് നയിക്കുവാൻ ഒരു പുരോഹിതനെ തേടുകയായിരുന്ന സമയം ഹ്യൂസ്റ്റൺ നഗരത്തിനടുത്തുള്ള ന്യൂ ഒർലിയാൻസിൽ ബഹുമാനപ്പെട്ട കോശി പി ജോണച്ചൻ ഉള്ളതായി അറിവ് ലഭിക്കുകയും അദ്ദേഹത്തെ ഹ്യൂസ്റ്റണിലേക്ക് ക്ഷണിക്കുകയും 1974 സെപ്റ്റംബറിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ഒരു വിവാഹ കൂദാശ നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് ബഹുമാനപ്പെട്ട സിഒ വർഗീസ് അച്ഛൻ കോർപ്പസ് ക്രിസ്റ്റിയിൽ ഉള്ളതായി വിവരം ലഭിക്കുകയും അദ്ദേഹത്തെ ഹ്യൂസ്റ്റണിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. 1974 നവംബർ 17 സെന്റ് മാർക്കസ് എപ്പിസ്കോപ്പൽ ചാപ്പലിൽ വെച്ച് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിൽ ഏകദേശം 45ഓളം വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ആലോചനാ യോഗത്തിൽ വെച്ച് മുന്നോട്ടുള്ള എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട സിഒ വർഗീസ് അച്ഛൻ വിശുദ്ധ കുർബാന നടത്തുവാൻ സമ്മതിക്കുകയും ചെയ്തു. 1974 ഡിസംബർ 15 നടന്ന 2-ാമത്തെ ഒത്തുചേരലിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ ഒരു ഇടവക എന്ന നിലയിൽ ഉയർത്തുന്നതിനും ബാഹ്യ കേരള ഭദ്രാസനവുമായി സംയോജിപ്പിക്കുന്നതിനും തീരുമാനമായി. 1974 ഡിസംബർ 27 മറ്റൊരു യോഗത്തിൽ വെച്ച് ഇന്ത്യയുടെ അപ്പോസ്തോലനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പേര് നൽകുവാൻ തീരുമാനിക്കുകയും പഠന ആവശ്യത്തിനായി ഹ്യൂസ്റ്റണിൽ എത്തിയ സക്രിയ വേണാട്ടുകുളത്തിൽ ഷമാശനെ ഇടവകയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് അതേ പൊതുയോഗത്തിൽ തന്നെ ഫാദർ സിഒ വർഗീസിനെ ഇടവകയുടെ ആദ്യ വികാരിയായി നിയമിച്ചു നൽകണമെന്ന് ബാഹ്യകേരള ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ അത്താനാസിയോസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ 60ഓളം പേർ ആരാധനയിൽ പങ്കുകൊണ്ടു. 1975 ഫെബ്രുവരി 13 ഇടവക നോൺ പ്രോഫിറ്റ് സംഘടനയായി ടെക്സാസ് നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇടവകയുടെ തീരുമാനങ്ങൾ ബഹുമാന്യനായ ബാഹ്യകേരള മെത്രാപ്പോലീത്തയെ അറിയിക്കുകയും തുടർന്ന് 1975 മാർച്ച് 4 86 നമ്പർ കൽപ്പനയിലൂടെ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളും മെത്രാപ്പോലീത്ത അംഗീകരിക്കുകയും ചെയ്തു. 1975 ഏപ്രിൽ മാസം 20 പുതുതായി അധികാരമേറ്റ അഭിവന്യ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലീത്തയെ ഈ ഇടവകയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1975 മെയ് മാസം മുതൽ പരിശുദ്ധ കുർബാന 1-3 ഞായറാഴ്ചകളിൽ നടത്തുവാൻ തീരുമാനമായി. സ്വന്തമായി ഒരു ദേവാലയം വേണമെന്ന ആവശ്യം ഇടവകയിൽ ശക്തമായി. അതേ വർഷം ഓഗസ്റ്റിൽ നടന്ന ഒരു ചർച്ചയിൽ ബിൽഡിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1975 നവംബർ മുതൽ സെന്റ് തോമസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ചാപ്പൽ ആരാധനയ്ക്കായി ഉപയോഗിച്ചു തുടങ്ങുകയും 1977 ഫെബ്രുവരി വരെ അത് തുടരുകയും ചെയ്തു. ഇടവക അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് 1979-80 ഹ്യൂസ്റ്റണിൽ ബ്രിഡ്ജ് ഫോർട്ട് എന്നയിടത്ത് 1.5 ഏക്കർ സ്ഥലം വാങ്ങുകയും 1981 സ്വപ്ന സാക്ഷാത്കാരമായി ദേവാലയം പൂർത്തീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വികാരി സിഒ വർഗീസ് അച്ഛനെ ആത്മീയ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനായി ഫാദർ MT ഫിലിപ്പിനെ ഇടവക പൊതുയോഗത്തിന്റെ നിർദ്ദേശപ്രകാരം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ മക്കാറിയോസ് നിയോഗിച്ചു. ആദ്യകാലങ്ങളിൽ വീടുകളിലായിരുന്നു സൺഡേ സ്കൂളുകൾ നടത്തിയിരുന്നത്. മാമൻ മാത്യു, സ്റ്റീഫൻ സക്രിയ വേണാട്ടുകുളത്തിൽ എന്നിവർക്കായിരുന്നു സൺഡേ സ്കൂളിന്റെ ചുമതല. ആദ്യ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി കുരുവള വർഗീസിനെ ചുമതലപ്പെടുത്തി. മുതിർന്ന കുട്ടികളുടെ അധ്യാപനം ഫാദർ സിഒ വർഗീസും പീറ്റർ കെ തോമസും ഏറ്റെടുത്തു.
74 നമ്മൾ ഈ ചർച്ച് തുടങ്ങുമ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയിരുന്നു അത്. ഇപ്പോൾ പിന്നീട് ഒരു കത്തീഡ്രലായിട്ട് വളർന്നു. ചർച്ചിലെ നമ്പേഴ്സ് വളരെ കൂടി. ചർച്ചിൻ്റെ വളർച്ചയുടെ കാലത്ത് MGOCisത്തിലും സൺഡേ സ്കൂളിലും സെൻറ് തോമസ് മിഷനിലും മെഡിക്കൽ മിഷനും ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ കാലത്തും ഞാൻ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജൂബിലിയുടെ അവസരത്തിൽ ദൈവം എല്ലാ അനുഗ്രഹമാക്കി തീർക്കട്ടെ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1988 ആയപ്പോഴേക്കും ഫാദർ CO വർഗീസ് സ്ഥാനമൊഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് ഫാദർ ഗീവർഗീസ് അറൂപാല ഇടവക വികാരിയായി ചുമതലയേറ്റു. ഫാദർ MT ഫിലിപ്പ് ആത്മീയ കാര്യങ്ങളിൽ സഹായിയായും തുടർന്നു. 1991 ആയപ്പോഴേക്കും ഇടവകാംഗങ്ങളുടെ ബാഹുല്യം നിമിത്തം സ്റ്റാഫോർഡ് സിറ്റിയിൽ 4 ഏക്കർ സ്ഥലം വാങ്ങുന്നതിനും പുതിയ ദേവാലയം പണികഴിപ്പിക്കുന്നതിനും തീരുമാനമായി. തുടർന്ന് 1992 അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത അഭിവന്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി പുതിയ ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഡിസംബർ 24-25 തീയതികളിൽ ദേവാലയത്തിന്റെ കൂദാശ കർമ്മങ്ങൾ അഭിവന്യ ബർണബാസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെട്ടു. 1993 ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ പള്ളിയുടെ താക്കോൽ പരിശുദ്ധ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള കൃപ ദൈവം തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവർണവേളയിൽ എല്ലാവിധമായ മംഗളാശംസകളും നേരുന്നു. ഇടവകയുടെ വളർച്ചയ്ക്കൊപ്പം ക്രമാനുഗതമായി ആത്മീയ സംഘടനകളും വളർന്നു വന്നു. കൊച്ചുകുട്ടികൾക്കും മുതിർന്ന കുട്ടികൾക്കും വനിതകൾക്കും യുവജനങ്ങൾക്കും എല്ലാം വെവ്വേറെ പ്രസ്ഥാനങ്ങളും ഇടവകയ്ക്കൊപ്പം തന്നെ വളർന്നു. 1998 VC വർഗീസ്, 1999 മാമൻ മാത്യു ആലക്കോട്ട് എന്നിവർ പൗരോഹിത്യ പദവിയിലേക്കും ബിനു മാത്യു ഷമ്മാശനായും ഉയർത്തപ്പെട്ടു. ഷമ്മാശൻ 2010 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1999 ദേവാലയത്തിന്റെ 25ാം വാർഷികത്തിൽ വികാരിയായിരുന്ന ഫാദർ ഗീവർഗീസ് അറൂപാലയെ പരിശുദ്ധ മോറാൻമാർ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. കഴിഞ്ഞ 25 വർഷക്കാലം ഇടവക ഈ സമൂഹത്തിന് ചെയ്ത സൽപ്രവർത്തികളെ മാനിച്ചുകൊണ്ട് ഇടവകയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച ചടങ്ങിൽ വെച്ച് സ്റ്റാഫോർഡ് സിറ്റി മേയർ ലിയനോഡ് സ്കാർസെല്ല ദേവാലയം നിൽക്കുന്ന 12 ഏക്കർ വരുന്ന സ്ഥലത്തിന് സെന്റ് തോമസ് പ്ലേസ് എന്ന് നാമകരണം ചെയ്ത് ഇടവകയെ ആദരിച്ചു. 2009 കൂടിയ ഇടവക പൊതുയോഗത്തിൽ ദേവാലയം വിപുലീകരിക്കുന്നതിന് തീരുമാനിക്കുകയും പടിഞ്ഞാറ് വശം വലുതാക്കിക്കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇടവക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഇടം ഒരുക്കുകയും ചെയ്തു. അതോടൊപ്പം ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്തെ മുഖാവരണം ഉയർത്തി കുരിശുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം ദേവാലയത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഇടയിലുള്ള ഭാഗം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ഓഫീസ് മുറിയും ലോബിയും ബാത്റൂം സൗകര്യവും വർദ്ധിപ്പിക്കുകയുമുണ്ടായി. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഇടവകയുടെ പ്രാരംഭം മുതൽ പല ലെവലിൽ ഈ ഇടവകയിൽ പ്രവർത്തിക്കുവാനും ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. 2009 സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനം രൂപീകൃതമാവുകയും പ്രഥമ മെത്രാപ്പോലിത്തയായി അലക്സിയോസ് മാർ യൂസേബിയോസ് നിയമിതനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സുന്ത്രോണീസോ ശുശ്രൂഷ 2010 സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തു. തദവസരത്തിൽ കിഴക്കിൻ്റെയൊക്കെയും കാതോലിക്കയായ
ബെസോലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കൽപ്പന പ്രകാരം നിയുക്ത കാതോലിക്കയായിരുന്ന അഭിവന്യ പൗലോസ് മാർ മെലത്തിയോസ് തിരുമനസ് ഇടവകയിൽ എഴുന്നള്ളുകയും ഇടവകയെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ പ്രഥമ ദേവാലയമായും ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക കത്തീഡ്രൽ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി സെന്റ് തോമസ് കത്തീഡ്രൽ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. 2010 ഏപ്രിൽ 10 ശനിയാഴ്ച സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് തിരുമേനി ഇടവക അംഗമായ ഡീക്കൻ ജേക്കബ് കുര്യനെ പൂർണ്ണ ഷമ്മാശനായി ഉയർത്തി. 2 വർഷങ്ങൾക്ക് ശേഷം 2012 ഏപ്രിൽ 14 അദ്ദേഹത്തെ കശീശയായി ഉയർത്തുകയും ചെയ്തു. 2011 ഏപ്രിൽ 15 സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് ഇടവക അംഗമായ ഡീക്കൻ ക്രിസ്റ്റഫർ മാത്യുവിനെ പൂർണ്ണ ഷമ്മാശനായി ഉയർത്തുകയും 2011 ഡിസംബർ 17 അദ്ദേഹത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് കശീശയായി ഉയർത്തുകയും ചെയ്തു. 2012 കൂടിയ ഇടവക പൊതുയോഗത്തിൽ ഇടവകയിലെ യുവജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഒരു യൂത്ത് മിനിസ്റ്റർ വേണമെന്ന് ആവശ്യപ്പെടുകയും ഇടവക മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൂസേബിയോസ് പുതുതായി വൈദിക സ്ഥാനമേറ്റ ഡാളസ് സെന്റ് മേരീസ് വല്യപ്പള്ളി ഇടവകാംഗമായ ഫാദർ ജോയൽ മാത്യുവിനെ ഇടവകയുടെ സഹവികാരിയായി നിയമിക്കുകയും ചെയ്തു. ഈ ഇടവകയിലെ ആദ്യകാല അംഗങ്ങളിൽ മിക്കവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആയതുകൊണ്ട് സെന്റ് തോമസ് സീനിയേഴ്സ് എന്ന പേരിൽ അവരുടെ ആവശ്യങ്ങൾക്കായി ഒരു സംഘടന തുടങ്ങുവാൻ ഇടവക തീരുമാനിച്ചു. ഈ സംഘടന മാസത്തിൽ ഒരിക്കൽ കൂടുകയും ഇടവകയിലെ മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ആർക്കും ഒരിക്കലും മറക്കുവാനാകാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ കെ.ഒ. ജോസഫ്. അദ്ദേഹം 2009 ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. 1992-93 കാലയളവിൽ ഈ പള്ളിയുടെ പണിയുടെ ചുമതല മിസ്റ്റർ കെ.ഒ. ജോസഫിനായിരുന്നു. അതുകൂടാതെ അദ്ദേഹം പള്ളിയുടെ പല സ്ഥാനങ്ങളിൽ ഉത്തരവാദപ്പെട്ട മേഖലകളിലിരുന്ന് അദ്ദേഹം ആശ്രാന്ത പരിശ്രമം ഈ പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വ്യക്തി. അദ്ദേഹത്തെ ഈ സമയത്ത് ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടവകയുടെ ചിരകാല അഭിലാഷമായ സെന്റ് തോമസ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം ആരംഭിക്കാൻ 2014 പാരിഷ് അസംബ്ലി തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതവും കൃത്യവുമായി നടപ്പാക്കാൻ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഫിനാൻസ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 2015 സ്റ്റാഫോർഡ് സിറ്റി ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാനുള്ള അനുവാദം ഏകകണ്ഠമായി അംഗീകരിച്ചു. എടുത്തു പറയേണ്ട കാര്യം, ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ഇടവക സന്ദർശിച്ച പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് രണ്ടാമൻ കാതോലിക്ക ബാവ 1999 സെപ്റ്റംബർ 25 ശനിയാഴ്ച കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫൗണ്ടേഷൻ സ്റ്റോൺ കൂദാശ നടത്തി ഇടവകയ്ക്ക് നൽകി എന്നതാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ശില സുരക്ഷിതവും ഭദ്രവുമായി ഇടവകയിൽ സൂക്ഷിക്കുകയും 2015 നവംബർ 22 ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് സ്റ്റാഫോർഡ് സിറ്റി മേയറുടെയും അനേകം ഇടവകാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. ഈ വേളയിൽ സെന്റ് തോമസ് പള്ളി ഈ നഗരത്തിന്റെ ഉണർവിന്റെ ഭാഗമാണെന്ന് സ്റ്റാഫോർഡ് സിറ്റി മേയർ ലിയനാർഡ് സ്കാസല്ല പ്രസ്താവിക്കുകയുണ്ടായി. ശിലാസ്ഥാപന ദിനത്തിൽ തന്നെ പ്രിയപ്പെട്ട അറൂപ്പാല അച്ഛൻ്റെ 75ാം ജന്മദിനം ഇടവകയിൽ ആഘോഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം നടന്നത്. അതുപോലെ തന്നെ ഇടവക ജനങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്തു. ഈ വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവകയ്ക്ക് എല്ലാവിധമായ മംഗളങ്ങളും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. 2015 ഡിസംബറിൽ കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു. 27,000 ചതുരശ്ര അടിയുള്ള ഈ കെട്ടിടത്തിൽ പ്രീ KG തുടങ്ങി 12ാം ഗ്രേഡ് വരെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് മുറികൾ, മീറ്റിംഗ് റൂമുകൾ, പുരോഹിതർക്കുള്ള കോട്ടേജുകൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ബാഡ്മിൻ്റൺ കോർട്ടുകൾ തുടങ്ങിയ റിക്രിയേഷൻ ഫെസിലിറ്റികളുണ്ട്. കൂടാതെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി 5,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മനോഹരമായ ചാപ്പലുമുണ്ട്.
ഇത് 2017 ജൂലൈ 23 ഞായറാഴ്ച അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയൂസ് മെത്രാപ്പൊലീത്ത കൂദാശ ചെയ്ത് ഇടവകയ്ക്ക് സമർപ്പിച്ചു. ഞങ്ങൾ വന്നതിന് ശേഷം കുറേ വീട്ടുകാർ കൂടി ഞങ്ങളൊരു ചെറിയ പള്ളി രൂപീകരിച്ചു. അത് ഇത്രയും വലുതായി ഇന്ന് 50 വർഷവുമായി. അതിലും സംബന്ധിക്കാൻ ദൈവം ഇടയാക്കിയതിന് നന്ദി പറയുന്നു. 50 വർഷം തികയുന്ന ഈ സമയത്ത് സെൻറ് തോമസ് കത്തീഡ്രലിനുള്ള സകല ആശംസകളും നേരുന്നു. 2016 മുതൽ ഈ പള്ളിയിലും ഓഡിറ്റോറിയത്തിലുമായി എല്ലാ ഞായറാഴ്ചയും ഒരേ സമയം മലയാളത്തിലും ഇംഗ്ലീഷിലും വിശുദ്ധ കുർബാന ആരംഭിച്ചു. അമേരിക്കയിൽ ഇതാദ്യമായി യുവജനങ്ങൾക്ക് ഇംഗ്ലീഷിലും മുതിർന്നവർക്ക് മലയാളത്തിലും ഒരേ സമയം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പ്രഥമ ദേവാലയമായി ഇത് മാറി. who are receiving the precious body and blood. 1974 ബഹുമാനപ്പെട്ട CO വർഗീസ് അച്ഛൻ ആദ്യ ബലി അർപ്പിച്ച് ആരംഭിച്ച ഈ ദേവാലയം പിന്നീട് 35 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട അരുപ്പാല കോർപ്പിസ്കോപ്പാച്ചൻ ആത്മീയ നേതൃത്വം നൽകി. ഇന്ന് ഈ ഇടവകയെ ബഹുമാനപ്പെട്ട PM ചെറിയാനച്ഛനും മാമൻ മാത്യു അച്ഛനും രാജേഷ് ജോൺ അച്ഛനും ക്രിസ്റ്റഫർ അച്ഛനും ആത്മീയ നേതൃത്വം നൽകുന്നു. ഇന്നിയോളം ഈ ഇടവകയ്ക്ക് ആത്മീയമായ സഹായം നൽകിയ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ആത്മായ നേതാക്കളെയും പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. അവരുടെ നല്ല സേവനങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ജൂബിലി ആഘോഷിക്കുന്ന സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയ്ക്ക് എല്ലാവിധമായ പ്രാർത്ഥന, അനുഗ്രഹ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. 2016 സെന്റ് തോമസ് മിഷൻ എന്ന പേരിൽ ഒരു പുതിയ സംഘടന ചാരിറ്റിക്കു വേണ്ടി ആരംഭിച്ചു. ഈ സംഘടനയിലൂടെ ഇടവക കേരളത്തിലെ വിവിധ അനാഥാലയങ്ങളിലെ അനേകം കുട്ടികളെ സ്പോൺസർ ചെയ്തു. സെന്റ് തോമസ് ഫുഡ് മിനിസ്ട്രി ഹ്യൂസ്റ്റൺ ഫുഡ് ബാങ്കുമായി ചേർന്ന് മാസത്തിൽ 2 പ്രാവശ്യം 300 കുടുംബങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്തു വരുന്നു. 1974 ആദ്യത്തെ കമ്മിറ്റി മെമ്പർ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗ്യം ദൈവം തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സെൻറ് തോമസ് ദേവാലയം വളർന്ന് അതിൻ്റെ 50ാമത്തെ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇതിൽ ഭാഗവാക്കാക്കാൻ ദൈവം എനിക്ക് ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജൂബിലി ആഘോഷവേളയിൽ എൻ്റെ സർവ്വവിധമായ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. 2018 സെന്റ് തോമസ് ക്രിക്കറ്റ് ടീം തുടങ്ങുകയും പുതുതായി ഒരു ക്രിക്കറ്റ് ഫീൽഡ് ഉണ്ടാക്കുകയും ചെയ്തു. 2018 ജൂൺ 30 അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിമെത്രിയോസ്, അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത എന്നിവർ ചേർന്ന് കമ്മ്യൂണിറ്റി സെന്ററിൽ പണികഴിപ്പിച്ച അതിമനോഹരമായ ചാപ്പൽ കൂദാശ നടത്തി ആശീർവദിക്കുകയും ചാപ്പലിനെ സെന്റ് അപ്രേം ചാപ്പൽ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. 2019 ജനുവരിയിൽ ബഹുമാന്യനായ ഫാദർ MT തോമസ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഈ ഇടവകയിൽ വെച്ച് അഭിവന്യ സക്രിയാമാർ നിക്കോളാവാസിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. 2019 ജൂലൈയിൽ ഫാദർ എൽദോസ് എലിയാസിനെ ഇടവകയിലെ സഹവികാരിയായി സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്ത സക്രിയാസ് മാർ അപ്രേം നിയോഗിച്ചു. 2020 ഓഗസ്റ്റിൽ ഡാളസിലേക്ക് താമസം മാറ്റിയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ മാത്യുവിന് പകരമായി ഫാദർ PM ചെറിയാനെ നിയമിക്കുകയും ചെയ്തു. 2022 ഇടവകയുടെ ആദ്യ വികാരി റവറൻ ഫാദർ ഡോക്ടർ CO വർഗീസ് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ആദ്യ ഭാഗം ഇടവകയിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തു.
അതേ വർഷം തന്നെ 35 വർഷത്തോളം വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ഗീവർഗീസ് അറൂപ്പാല കോറപ്പിസ്കോപ്പ റിട്ടയർമെന്റ് എടുക്കുകയും അതേ സ്ഥാനത്തേക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ PM ചെറിയാനെ അഭിവന്യ മാർ അപ്രേം മെത്രാപ്പൊലീത്ത നിയമിക്കുകയും ചെയ്തു. ദൈവത്താൽ ഏറെ അനുഗ്രഹീതനായ വെരി റെവറൻഡ് ഫാദർ ഗീവർഗീസ് അറൂപ്പാല ഈ ഇടവകയെ 3 പതിറ്റാണ്ടോളം നയിച്ചു. വെറും 1.5 ഏക്കറിൽ നിന്നും 12 ഏക്കർ ഭൂമിയും 350ഓളം കുടുംബങ്ങളും 250-ൽ പരം പ്രീ KG മുതൽ 12ാം ഗ്രേഡ് വരെയുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അവർക്ക് പഠിക്കുവാനാവശ്യമായ ക്ലാസ് മുറികളുള്ള സൺഡേ സ്കൂൾ കെട്ടിടവും അതിമനോഹരമായ ഒരു ചാപ്പലും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇൻഡോർ സ്പോർട്സ് ഫെസിലിറ്റികളും 10-ലധികം ആത്മീയ സംഘടനകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും എല്ലാം അറൂപ്പാല അച്ഛനിലൂടെ നമുക്ക് കിട്ടിയ ദൈവകൃപയാണ്. 2022 ഫാദർ രാജേഷ് കെ ജോൺ, ഫാദർ ക്രിസ്റ്റഫർ മാത്യു എന്നിവരെ അഭിവന്യ മാർ അപ്രേം മെത്രാപ്പൊലീത്ത സഹവികാരികളായി നിയമിച്ചു. 2022 സെപ്റ്റംബറിൽ പ്രിയപ്പെട്ട അറൂപ്പാല അച്ഛനു വേണ്ടി ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഇടവകയിൽ നടത്തപ്പെട്ടു. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയായിരുന്നു സമ്മേളനത്തിന്റെ മുഖ്യാതിഥി. സമീപ ഇടവകകളിലെ എല്ലാ വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുക്കുകയും അത് ഒരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്തു. ആ വേദിയിൽ വെച്ച് പരിശുദ്ധ ബാവാ തിരുമേനി അറൂപ്പാല അച്ഛനെ ഇടവകയുടെ വികാർ എമറേറ്റ് പദവിയിലേക്ക് ഉയർത്തി. അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം ഈ സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് hereby confers on Very Reverend Georgios Arupala Episcopos the distinguished title of Vicar Emeritus of St. Thomas Orthodox Cathedral, Houston, for his exemplary service to our Holy Church as Vicar of St. Thomas Orthodox Cathedral, Houston, for 34 years. September 20, 2022, His Holiness Moran Mar Basilios Marthoma Matthews III, Catholicos of the East and Malangara Metropolitan and Metropolitan of the Diocese of Southwest America. His Grace, Dr. Zacharias Mar Aprim, Assistant Metropolitan of Diocese of Southwest America. ജൂൺ മാസത്തിൽ ഇടവകയുടെ ദീർഘകാല മെമ്പറായ ശ്രീ കെൻ മാത്യു സ്റ്റാഫോർഡ് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 ഒക്ടോബർ 1-ാം തീയതി ഞായറാഴ്ച ഈ ഇടവക അതിൻ്റെ 1 വർഷം നീളുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് വളരെ കാലം വികാരിയായിരുന്ന അറൂപ്പാല അച്ഛൻ്റെ വിശുദ്ധ കുർബാനയോടെ തുടക്കം കുറിച്ചു. അതിനുശേഷം സംഘടിപ്പിക്കപ്പെട്ട മീറ്റിംഗിൽ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു, 1974 മുതലുള്ള നമ്മുടെ ഇടവകയിലെ സീനിയർ അംഗങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാഫോർഡിലും പരിസരത്തും ഒരു സഹായഹസ്തമായി $1,00,000 വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. ആഘോഷങ്ങളുടെ പരിസമാപ്തി 2024 സെപ്റ്റംബർ 20 മുതൽ 24 വരെ നടത്തുവാൻ തീരുമാനിച്ചു. മുഖ്യാതിഥിയായി പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറാൻമാർ ബെസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ ക്ഷണിക്കുവാനും തീരുമാനിച്ചു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഭംഗിയായി നടത്തുവാൻ ഒരു ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 2024 മാർച്ച് 2-ാം തീയതി പരുമലപ്പള്ളിയിൽ വെച്ച് ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഈവാനിയോസ് ഡീക്കൻ റെനിൻ ചെറിയാനെ പൂർണ്ണ ഷമ്മാശ പദവിയിലേക്ക് ഉയർത്തി. 2024 മാർച്ചിൽ ഫാദർ മാമൻ മാത്യു, ഫാദർ ഡോക്ടർ VC വർഗീസ് എന്നിവരെ കോറപ്പിസ്കോപ്പ പദവിയിലേക്ക് അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഈവാനിയോസ് ഈ ഇടവകയിൽ വെച്ച് അഭിഷിക്തരാക്കി. ഈ കാലങ്ങളിലെല്ലാം സെന്റ് തോമസ് ചർച്ച് നിർധനരെയും ആലംബഹീനരെയും സഹായിക്കുവാൻ നിസ്സങ്കോചം പ്രവർത്തിക്കുകയും കേരളത്തിലെയും അമേരിക്കയിലെയും സഹവിശ്വാസികളെ സഹായിക്കുകയും ചെയ്തു. ഇടവകയുടെ ആശീർവാദത്തോടെ കേരളത്തിലെ വീടില്ലാത്ത നിരവധി ആളുകൾക്ക് വീടുകൾ വെച്ചു നൽകി. ഇടവക നിരവധി കുട്ടികളെ സ്പോൺസർ ചെയ്യുകയും അവരുടെ വിദ്യാഭ്യാസത്തിനും ചെലവിനും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു. അമേരിക്കയിലെ സെന്റ് തോമസ് പള്ളിക്കാർക്ക്
family. കൂടാതെ ഈ ഇടവക പരുമലയിലെ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുകയും ഓർത്തഡോക്സ് തിയോളജിക്കൽ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലും നവീകരണത്തിലും സഹായം നൽകുകയും ചെയ്തു. 1974 മുതൽ 2024 വരെയുള്ള അത്ഭുതകരമായ യാത്ര കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് രണ്ടാമൻ കാതോലിക്ക ബാവ ഈ ഇടവകയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന വേളയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. That the Houston people be an exemplary group, faithful group. Houston. Jesus Christ would say, La Gabriele, Yandu, a Houston lekun nokala ni. നോക്ക് സൂക്ഷിച്ച് നോക്ക്, കൊടുക്കട, അനുഗ്രഹം കൊടുക്കട, കൊട്ടക്കണക്കിന് കൊടുക്കട. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി കുറച്ചാളുകളുടെ കഠിനാധ്വാനവും ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് ഇന്ന് ഇത്രയും വലിയ രീതിയിൽ എത്തുവാൻ തക്കവണ്ണം സാധിച്ചു. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ 50 വർഷം ആഘോഷിപ്പാൻ തക്കവണ്ണം ഈ ദേവാലയത്തിനിടയായി. ഈ സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ അതിലൊരു ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം എനിക്കും ഇടയാക്കിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ദേവാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസ നേരുകയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരുള്ള സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ഈ എല്ലാ ആശംസകളും ഈ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു.